10ാം ക്ലാസ് പരീക്ഷയിൽ കൂത്താട്ടുകുളം സ്വദേശി സിയാൻജ് കരസ്ഥമാക്കിയത് പത്തരമാറ്റുള്ള തിളക്കമുള്ള വിജയം. ശാരീരിക വിഷമതകൾ കാരണം സ്കൂളിൽ പോകാത്തതിനാൽ കൂത്താട്ടുകുളം BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഷീജ ദാമോദരനാണ് സിയാൻജിനെ വീട്ടിലെത്തി പഠിപ്പിച്ചിരുന്നത്. 10ാം ക്ലാസ് പരീക്ഷയിൽ സിയാൻജ് നേടിയ വിജയത്തിന് പത്തരമാറ്റാണ് തിളക്കം. കൂത്താട്ടുകുളം വടകര LFHS വിദ്യാർത്ഥിയായ സിയാൻജ് 2A+, 2B+, D എന്നിങ്ങനെ മികച്ച ഗ്രേഡുമായാണ് വിജയകിരീടം ചൂടിയത്. ശാരീരിക വിഷമതകൾ കാരണം സ്കൂളിൽ പോകാത്തതിനാൽ കൂത്താട്ടുകുളം BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഷീജ ദാമോദരനാണ് സിയാൻജിനെ വീട്ടിലെത്തി പഠിപ്പിച്ചിരുന്നത്. ഇടുക്കി അണക്കര സ്വദേശികളായ MG പ്രസാദിന്റെയും ബിന്ദുവിന്റെയും മകനാണ് 19-കാരനായ സിയാൻജ് പ്രസാദ്. സിയാൻജിന് 2A+, 3B+, 1 B, 2 C+, 1 C എന്നിങ്ങനെയാണ് മാർക്ക് കിട്ടിയിരിക്കുന്നത്. കൂത്താട്ടുകുളം BRCയിലെ കുടുംബാംഗങ്ങളാണ്. ഞങ്ങളുടെ BRCയിലെ ഗ്രഹാധിഷ്ഠിത വിദ്യാഭ്യാസം നേടുന്ന കുട്ടിയാണ് സിയാൻജ്. LFHS വടകരയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. ഞാനാണ് സിയാൻജിന് ഗ്രഹാധിഷ്ഠിത വിദ്യാഭ്യാസം എല്ലാ ബുധനാഴ്ചയും വന്ന് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നത്. സിയാൻജിന് ഇപ്പം 10ാം ക്ലാസ്സിൽ നല്ല വിജയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ BRC കുടുംബാംഗങ്ങൾ എല്ലാവരും സിയാൻജിൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷം പങ്കിടാൻ വേണ്ടി വന്നതാണ്. 2021 ഏപ്രിൽ 20-നുണ്ടായ സൈക്കിൾ അപകടത്തിൽ തലയ്ക്കേറ്റ പരിക്ക് സിയാൻജിന്റെ 2 കണ്ണിന്റെയും കാഴ്ചയെടുത്തു. ഇടതുവശം തളർന്നു. അപകടത്തെ തുടർന്ന് മലയിറങ്ങിയ പ്രസാദും കുടുംബവും 5 വർഷമായി കൂത്താട്ടുകുളത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ്. ഇതുവരെ അണക്കരയ്ക്ക് മടങ്ങിയിട്ടില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അപകടം പറ്റിയത്. അതുവരെ പഠിച്ചത് ഓർത്തെടുത്ത് പറയാനും ശാസ്ത്ര വിഷയങ്ങളിൽ സംവാദം നടത്താനുമെല്ലാം സിയാൻജ് മിടുക്കനാണ്. 3 വർഷം മുൻപാണ് BRC അധ്യാപകർ കുട്ടിയെ കണ്ടെത്തി സ്കൂളിൽ ചേർത്തത്. വിജയം ആഘോഷിക്കാൻ മാതാപിതാക്കളായ പ്രസാദിനും ബിന്ദുവിനുമൊപ്പം BRC അധ്യാപകരായ മിനിമോൾ അബ്രഹാം, ഷീജ ദാമോദരൻ, MV മഞ്ജു, രാഹുൽ C രാജൻ, രാജി രാമചന്ദ്രൻ, ജോസ്മി തങ്കച്ചൻ, ശ്യാമ രവി, അനു സോമൻ എന്നിവർ പങ്കെടുത്തു. സിയാൻജ് 5 വർഷങ്ങൾക്ക് മുന്നേ കോവിഡ് കാലത്ത് സൈക്കിളിൽ പോയപ്പം സൈക്കിൾ ബ്രേക്ക് കിട്ടാതെ വന്ന് മരത്തെ ഇടിച്ച് വീഴുകയാണ് ഉണ്ടായത്. അങ്ങനെ ആക്സിഡൻറ്റ് പറ്റുകയും ബ്രെയിൻ ഇഞ്ചുറി ആകുകയും ചെയ്തു. രാജഗിരി ആസ്പത്രിയിലായിരുന്നു ട്രീറ്റ്മെൻറ്റ്. ആസ്പത്രിയിൽ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടു പോവുകയും ഒരു വശത്തിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ചികിത്സയിലാണ് ഇപ്പോഴും. 5 വർഷക്കാലമായി ചികിത്സയിലാണ്. 2 കണ്ണിൻ്റെ കാഴ്ചയും നഷ്ടപ്പെട്ടതുകൊണ്ട് ഞരമ്പ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അലോപ്പതിയിൽ ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ശ്രീധരീയം ഹോസ്പിറ്റലിൽ നടത്തി വരുന്നുണ്ട്. നല്ല പ്രതീക്ഷയിലാണ്. വർഷങ്ങളായി ചികിത്സ നടത്തി വരുന്നുണ്ട്. പുരോഗതിയുണ്ട് തുടർന്നും. അപ്പോൾ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഇവനെ സ്കൂളിൽ ചേർക്കണമെന്നും പഠിപ്പിക്കണമെന്നും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് പഠിപ്പിച്ചു വരുന്നത്. ഇവിടുത്തെ BRC അംഗങ്ങളെ സമീപിക്കുകയും അവർ നല്ല സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അവരുടെ സപ്പോർട്ടോടുകൂടി ഇവനെ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ ചേർക്കുകയും അവിടുത്തെ ടീച്ചർമാരുടെയും ഇവിടുത്തെ ടീച്ചർമാരുടെയും എല്ലാം നല്ല സപ്പോർട്ടോടു കൂടി നന്നായിട്ട് 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും പഠിച്ച് വന്നു.